നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 50 ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കി തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 15,000 രൂപ, ഏകദേശം 12.5 ലക്ഷം രൂപ വീതം സഹായം നൽകാൻ കുവൈറ്റ് സർക്കാർ തീരുമാനം. ഈ തുക അതാത് എംബസികൾ വഴിയാകും വിതരണം ചെയ്യുക. പ്രാദേശിക അറബ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം നൽകാൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് സംഭവ ദിവസം തന്നെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ തുക എത്രയാണെന്ന് അറിയിച്ചിരുന്നില്ല. 25 മലയാളികൾ ഉൾപ്പെടെ 50 പേർക്കാണ് തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായത്. അതിനിടെ NPTC കമ്പനി ഉടമ KG എബ്രഹാം കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചു. ജീവൻ നഷ്ടമായ 4 പേരുടെ വീടുകളിലാണ് KG എബ്രഹാം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയത്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേർന്നു. തുടർന്നും കമ്പനിയുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് അടിയന്തര സഹായമായി കമ്പനി 8 ലക്ഷം രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആശ്രിതർക്ക് ജോലിയും 4 വർഷത്തെ ശമ്പളവും ഉറപ്പാക്കുമെന്നും KG എബ്രഹാം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനിടെ കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ വിതരണം അടുത്തയാഴ്ച തുടങ്ങും. മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ, പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതമാണ് നോർക്ക മുഖേന നൽകുക. തുക അനുവദിക്കുന്നതിനുള്ള പ്രപ്പോസൽ നോർക്ക തയ്യാറാക്കി വരികയാണ്. പ്രപ്പോസലിന് ഭരണാനുമതി ലഭിച്ചയുടൻ ധനവകുപ്പ് തുക അനുവദിക്കും. മരിച്ചവരുടെ ആശ്രിതർക്കായിരിക്കും ആദ്യ സഹായം നൽകുക. പരിക്കേറ്റവരുടെ ബന്ധുക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും തുടങ്ങി. പ്രത്യേക നടപടിക്രമങ്ങൾ രൂപീകരിച്ച് അത് പ്രകാരമായിരിക്കും പണം വിതരണം ചെയ്യുക. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് തെക്കൻ കുവൈറ്റിലെ മംഗഫിൽ മലയാളി KG എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന 7 നില ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത്. 195 പേരാണ് കെട്ടിടത്തിലുണ്ടായിരുന്നത്. മംഗഫ് ലേബർ ക്യാമ്പിൽ തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണെന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചിരുന്നു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് അന്തിമ നിഗമനത്തിലെത്തിയത്. വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്ന് കുവൈറ്റ് അഗ്നിശമന സേന പ്രസ്താവനയിൽ ഇറക്കുകയും ചെയ്തു. ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീപടരാൻ ഇടയാക്കിയതായി ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൗസവി പറഞ്ഞു. മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയതാണ് വലിയ തോതിൽ പുകയുണ്ടായത്. ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു. 7 നില കെട്ടിടത്തിൽ 24 ഫ്ളാറ്റുകളിലെ 72 മുറികളിലായി 196 പേരാണ് താമസിച്ചിരുന്നത്. ഇതിൽ 20 പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നതിനാൽ സംഭവ സമയത്ത് 176 പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല. ഗോവണിപ്പടി വഴി കയറി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. തീപിടുത്തത്തിൽ ഭൂരിഭാഗം ആളുകളും മരിച്ചത് പുക ശ്വസിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. 31 പേരാണ് പുക ശ്വസിച്ച് മരിച്ചത്. 14 പേർ പൊള്ളലേറ്റു. ഗാർഡിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. വിവിധ ആശുപത്രികളിലായി 28 പേരാണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന 5 മലയാളികളും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.